നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജി.കെ. ചെസ്റ്റർട്ടന്റെ വളരെ പ്രശസ്തമായ ഒരു കഥയാണ് ദൈവത്തിന്റെ ചുറ്റിക. ഇതൊരു സാധാരണ കുറ്റാന്വേഷണ കഥ മാത്രമല്ല, ഇതിൽ നിറയെ രഹസ്യങ്ങളും വിശ്വാസത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളും പിന്നെ മനുഷ്യന്റെ സ്വഭാവത്തിന്റെ പല ഇരുണ്ട വശങ്ങളും നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. കഥ തുടങ്ങുന്നത് തന്നെ വളരെ വിചിത്രമായ ഒരു ചോദ്യത്തോടെയാണ്. ബോഹൻ ബീക്കൺ എന്നൊരു ശാന്തമായ ഗ്രാമം. അവിടെ വലിയൊരു ദുരന്തം സംഭവിക്കുന്നതിന് തൊട്ടുമുൻപ് വിൽഫ്രെഡ് ബോവൻ തന്റെ സഹോദരനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്കെപ്പോഴെങ്കിലും ഇടിമിന്നലിനെ പേടി തോന്നിയിട്ടുണ്ടോ എന്ന്. എന്തോ വരാനിരിക്കുന്നു എന്നൊരു സൂചന പോലെ, അല്ലേ? ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ രണ്ട് സഹോദരന്മാരാണ്. പക്ഷേ സ്വഭാവത്തിൽ ഇവർ തമ്മിൽ ഒരു സാമ്യവുമില്ല. ഒരാൾ വിൽഫ്രെഡ് ബോവൻ, കടുത്ത ദൈവവിശ്വാസിയായ ഒരു പുരോഹിതൻ, എപ്പോഴും കറുത്ത വസ്ത്രമൊക്കെയിട്ട് വളരെ ഒതുങ്ങിക്കഴിയുന്ന ഒരാൾ. മറ്റേയാൾ അദ്ദേഹത്തിന്റെ ചേട്ടൻ കേണൽ നോർമൻ ബോവൻ, ജീവിതം അടിച്ചുപൊളിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന, സ്ത്രീകളോടും മദ്യത്തോടും താൽപ്പര്യമുള്ള, നല്ല കളർഫുൾ വസ്ത്രമൊക്കെ ധരിക്കുന്നൊരാൾ. ശരിക്കും പറഞ്ഞാൽ ഒരാൾ ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നു, മറ്റേയാൾ സുഖത്തിനു വേണ്ടി. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാവിലെ ആ ഗ്രാമത്തിലെ കൊല്ലന്റെ മുറ്റത്ത് ഒരു മൃതദേഹം കണ്ടെത്തുകയാണ്. അത് മറ്റാരുടേതുമല്ല, നമ്മുടെ കേണൽ ബോവന്റേതായിരുന്നു. മുഖം നിലത്തടിച്ച് വസ്ത്രങ്ങളെല്ലാം അലങ്കോലമായി കിടക്കുന്നു. മരണം കണ്ട ഡോക്ടർക്ക് പോലും കാര്യം മനസ്സിലായില്ല. കാരണം തലക്കേറ്റ പരിക്ക് അത്ര ഭീകരമായിരുന്നു. തലയോട്ടി പൂർണ്ണമായും തകർന്നുപോയിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു കറുപ്പും ചോരയും കലർന്ന നക്ഷത്രം പോലെയെന്നാണ് അതിനെപ്പറ്റി കഥയിൽ പറയുന്നത്. അത്രയ്ക്ക് ശക്തിയുള്ള ഒരടിയായിരുന്നു അത്. തലയോട്ടിയുടെ കഷണങ്ങൾ ഒരു വെടിയുണ്ട പോലെ മണ്ണിലേക്ക് തുളച്ചുകയറിയിരുന്നു എന്ന് പറയുമ്പോൾ ഊഹിക്കാമല്ലോ അതിന്റെ ആഘാതം. അപ്പോ ഇത്രയും ഭീകരമായ ഒരു കൊലപാതകം. സ്വാഭാവികമായും നമ്മൾ വിചാരിക്കും വലിയ എന്തെങ്കിലും ആയുധം ഉപയോഗിച്ചായിരിക്കുമെന്നല്ലേ. പക്ഷെ അവിടെയാണ് ഈ കഥയിലെ ഏറ്റവും വലിയ രഹസ്യം. മൃതദേഹത്തിനടുത്തുനിന്ന് കിട്ടിയ ആയുധം ആ കൊല്ലന്റെ പണിശാലയിലെ ഏറ്റവും ചെറിയ, ഏറ്റവും ഭാരം കുറഞ്ഞൊരു ചുറ്റികയായിരുന്നു. അതിൽ രക്തവും കൊല്ലപ്പെട്ട കേണലിന്റെ മഞ്ഞ മുടിയും പറ്റിപ്പിടിച്ചിരുന്നു. ഇത്ര ചെറിയൊരു ചുറ്റിക കൊണ്ട് ഇങ്ങനൊരു മരണം അതെങ്ങനെ സാധിക്കും? ഈ ചോദ്യത്തിന് ഉത്തരം തേടുമ്പോൾ എല്ലാവരുടെയും സംശയം നേരെ പോകുന്നത് സിമിയോൺ ബാൺസ് എന്ന കൊല്ലനിലേക്കാണ്. കാരണം ഇങ്ങനെയൊരു അടിയടിക്കാൻ മാത്രം ശക്തിയുള്ള ഒരാളെ ആ 40 മൈൽ ചുറ്റളവിലുള്ളൂ. അത് ഭീമാകാരനായ ആ കൊല്ലനാണ്. പോരാത്തതിന് ഒരു കാരണവുമുണ്ട്. കേണൽ നോർമൻ ഈ കൊല്ലന്റെ ഭാര്യയുടെ പിന്നാലെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും പ്രതി അയാൾ തന്നെയല്ലേ എന്ന് എല്ലാവരും ചിന്തിച്ചു. എന്നാൽ ആ സംശയം അധിക നേരം നിന്നില്ല. കാരണം സിമിയോൺ ബാൺസിന് വളരെ ശക്തമായൊരു തെളിവുണ്ടായിരുന്നു. കൊലപാതകം നടന്ന രാത്രി മുഴുവൻ അയാൾ ഗ്രീൻഫോർഡ് എന്ന സ്ഥലത്ത് ഒരു പ്രാർത്ഥനായോഗത്തിലായിരുന്നു. അത് കണ്ടവരാകട്ടെ 20-ലധികം ആളുകളും. അതോടെ കൊല്ലൻ പൂർണ്ണമായും കുറ്റവിമുക്തനായി. അപ്പൊ പിന്നെ ആരാണത് ചെയ്തത്? കൊല്ലൻ അല്ലെങ്കിൽ പിന്നെ ആര്? അപ്പോഴാണ് ഡോക്ടർ പുതിയൊരു തിയറി മുന്നോട്ട് വയ്ക്കുന്നത്. ഒരുപക്ഷേ കൊല്ലന്റെ ഭാര്യ ആയിരിക്കുമോ? സാധാരണ ഒരു ഭർത്താവിന് തോന്നുന്നതിനേക്കാൾ വലിയ വെറുപ്പ് തന്നെ വഞ്ചിച്ച കാമുകനോട് ഒരു സ്ത്രീക്ക് തോന്നാമെന്നായിരുന്നു ഡോക്ടറുടെ വാദം. അതുമൊരു സാധ്യതയാണല്ലോ. പക്ഷേ ഈ വാദത്തെ അതുവരെ നിശബ്ദനായി ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ഫാദർ ബ്രൗൺ എതിർത്തു. അദ്ദേഹം പറഞ്ഞത് വളരെ ലളിതമായൊരു കാര്യമാണ്. ജനിച്ച ഒരു സ്ത്രീക്കും ഒരു മനുഷ്യന്റെ തലയോട്ടി ഇതുപോലെ തകർക്കാൻ കഴിയില്ല. അത്രയുള്ളൂ. അതും കേണൽ ധരിച്ചിരുന്നത് സാധാരണ തൊപ്പിയല്ല, സ്റ്റീൽ പാളികളുള്ള ഒരുതരം ഹെൽമെറ്റായിരുന്നു. അത് തകർക്കാനുള്ള ശക്തി ഒരു സ്ത്രീക്കുണ്ടാവില്ല. അതോടെ ആ സാധ്യതയും അടഞ്ഞു. അപ്പോഴാണ് കൊല്ലപ്പെട്ട കേണലിന്റെ സഹോദരനായ വിൽഫ്രെഡ് പുതിയൊരാളെ സംശയിക്കുന്നത്. മാഡ് ജോ. ഗ്രാമത്തിലെ ഒരുതരം മന്ദബുദ്ധിയായ മനുഷ്യൻ. ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ അയാൾക്ക് അസാധാരണമായ ശക്തി വരാറുണ്ട്. പിന്നെ ബുദ്ധിയില്ലാത്തതുകൊണ്ട് ഏത് ചുറ്റിക എടുക്കണമെന്നൊന്നും അയാൾ ചിന്തിക്കില്ല. കയ്യിൽ കിട്ടി ചെറുതെടുത്ത് അടിച്ചിട്ടുണ്ടാവും. കേൾക്കുമ്പോൾ വളരെ ലോജിക്കലായി തോന്നുന്നുണ്ട്, അല്ലേ? വിൽഫ്രെഡ് ഇത് പറഞ്ഞപ്പോൾ ഫാദർ ബ്രൗൺ സമ്മതിച്ചു. അതെ, ഇതുവരെ കേട്ടതിൽ ഏറ്റവും ലോജിക്കലായ തിയറി ഇതുതന്നെയാണ്. എന്നിട്ട് ഒരു ചെറിയ നിർത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു, പക്ഷേ ഇതും ശരിയായ ഉത്തരമല്ല. ഇത് കേട്ടപ്പോൾ എല്ലാവരും വീണ്ടും ഞെട്ടി. പിന്നെന്താണ് സത്യം? ഈ സമയത്താണ് കൊല്ലനായ സിമിയോൺ ബാൺസ് തന്റേതായ ഒരു വിശദീകരണവുമായി വരുന്നത്. ഇത് ചെയ്തത് ഒരു പുരുഷനോ സ്ത്രീയോ അല്ല, ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ആ പാപിയായ മനുഷ്യനെ അവന്റെ ദൈവനിന്ദയ്ക്ക് ദൈവം തന്നെ ശിക്ഷിച്ചതാണ്. ഇത് ദൈവത്തിന്റെ ചുറ്റികയാണ്. അപ്പോ ഒരു വശത്ത് ശാസ്ത്രീയമായ സംശയങ്ങൾ, മറുവശത്ത് ദൈവികമായ വിശദീകരണം. ഇതെല്ലാം കേട്ടുനിന്ന ഫാദർ ബ്രൗൺ ഡോക്ടറോടായി 2 സൂചനകൾ നൽകി. ഒന്നാമത്തേത്, ഇതിന്റെ ഉത്തരം ശുദ്ധമായ ഭൗതിക ശാസ്ത്രമാണ്. രണ്ടാമത്തേത്, ആ പറക്കുന്ന ചുറ്റികയെക്കുറിച്ചുള്ള കെട്ടുകഥ. അത് സത്യമാണ്. അതായത് ഇതിലൊരത്ഭുതവുമില്ല, എല്ലാം സയൻസാണ്. എന്താണ് സത്യമെന്ന് തെളിയിക്കാൻ ഫാദർ ബ്രൗൺ വിൽഫ്രെഡിനെ നേരെ കൊണ്ടുപോയത് പള്ളിയുടെ ഏറ്റവും മുകളിലുള്ള ഗോപുരത്തിലേക്കാണ്.
അവിടെ നിന്ന് താഴോട്ടു നോക്കിയാൽ വീടുകളും വയലുകളുമെല്ലാം തീരെ ചെറുതായി ഒരു ഭൂപടം പോലെ കാണാം. തലകറങ്ങുന്ന ഒരു ഉയരം. അവിടെ വെച്ച് ഫാദർ ബ്രൗൺ ഒരു കാര്യം വിശദീകരിച്ചു. നമ്മള് താഴ്വരയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് വലിയ കാര്യങ്ങൾ കാണാം. എന്നാൽ ഒരു കൊടുമുടിയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാം വളരെ ചെറുതായിട്ടാണ് കാണുക. ഇതുപോലെ ഇത്രയും ഉയരത്തിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മനസ്സ് മാറും. താഴെയുള്ള മനുഷ്യരെയെല്ലാം നിസ്സാരരായി കാണാനും താനൊരു ദൈവത്തെപ്പോലെയാണെന്ന് ചിന്തിക്കാനും തുടങ്ങും. അതൊരു വലിയ അപകടമാണ്. എന്നിട്ട് ഫാദർ ബ്രൗൺ ഒരു സാഹചര്യം വിവരിച്ചു. സങ്കൽപ്പിക്കുക, നല്ലവനായൊരു മനുഷ്യൻ ഇവിടെ മുകളിൽ നിൽക്കുന്നു. പക്ഷെ അവന്റെ ചിന്തകൾക്കെന്തോ പറ്റി. അവൻ സ്വയം ദൈവമാണെന്ന് കരുതുന്നു. അപ്പോൾ താഴെ തനിക്ക് വെറുപ്പുള്ള ഒരാൾ ഒരു വിഷമുള്ള പ്രാണിയെപ്പോലെ അഹങ്കരിച്ച് നടക്കുന്നത് കാണുന്നു. അപ്പോൾ ദൈവമെന്ന നിലയിൽ ആ പാപിയെ ശിക്ഷിക്കാനവൻ തീരുമാനിക്കുന്നു. അതെങ്ങനെ ചെയ്യും? അവിടെയാണ് സയൻസ് വരുന്നത്. കൊലപാതകത്തിന് ഉപയോഗിച്ച യഥാർത്ഥ ആയുധം ആ ചെറിയ ചുറ്റികയല്ല, അത് ഗുരുത്വാകർഷണമാണ്. പ്രകൃതിയുടെ തന്നെ ഭീമമായ ഒരു ശക്തി. ഇത്രയും ഉയരത്തിൽ നിന്ന് ആ ചെറിയ ചുറ്റിക താഴെ കിട്ടാൽ മതി. താഴെ എത്തുമ്പോഴേക്കും അതോ ഒരു വെടിയുണ്ടയുടെ ഒരു ഇടിമിന്നലിന്റെ ശക്തി കൈവരിക്കും. അതോടെ ആ രഹസ്യം പുറത്തുവന്നു. ഫാദർ ബ്രൗൺ വിൽഫ്രഡിനോട് നേരിട്ട് പറഞ്ഞു. ദേഷ്യം വന്നൊരു നിമിഷത്തിൽ കൊല്ലന്റെ കയ്യിൽ നിന്ന് ആ ചെറിയ ചുറ്റിക തട്ടിപ്പറിച്ച് ഈ ഗോപുരത്തിന്റെ മുകളിൽ വന്ന് തന്റെ സഹോദരന്റെ തലയിലേക്ക് അത് താഴെക്കിട്ടത് താങ്കളാണ്. സത്യം പുറത്തു വന്നപ്പോൾ തകർന്നുപോയ വിൽഫ്രഡ് ആ ഗോപുരത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ ഫാദർ ബ്രൗൺ അയാളെ പിടിച്ചു നിർത്തി. ആ വാതിൽ നരകത്തിലേക്കാണ് എന്ന് പറഞ്ഞ് അയാളെ ആ അവസാനത്തെ പാവത്തിൽ നിന്ന് രക്ഷിച്ചു. അതിനുശേഷം ഫാദർ ബ്രൗൺ വിൽഫ്രഡിനോട് ഒരു കാര്യം പറഞ്ഞു. താൻ ഈ രഹസ്യം പുറത്തു പറയില്ല. കാരണം വിൽഫ്രഡ് സംശയത്തിന്റെ മുന മറ്റുള്ളവരിലേക്ക് തിരിച്ചുവിട്ടപ്പോൾ പോലും അയാൾക്കൊരു ദയയുണ്ടായിരുന്നു. തെളിവുകളുള്ള കൊല്ലനെയോ ശക്തിയില്ലാത്തവന്റെ ഭാര്യയോ അയാൾ കൊടുക്കാൻ ശ്രമിച്ചില്ല. അയാൾ സംശയിച്ചത് ബുദ്ധിസ്ഥിരതയില്ലാത്ത, ശിക്ഷിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത മാഡ് ജോയെയാണ്. ആ ഒരു ദയ കാരണം എന്തു വേണമെന്ന് തീരുമാനിക്കാനുള്ള അവസരം ഫാദർ ബ്രൗൺ വിൽഫ്രഡിനെ തന്നെ നൽകി. അങ്ങനെ ഗോപുരത്തിൽ നിന്നിറങ്ങി വിൽഫ്രഡ് ബോവൻ നേരെ ഇൻസ്പെക്ടറുടെ അടുത്തേക്ക് നടന്നു ചെന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് കീഴടങ്ങണം. എന്റെ സഹോദരനെ കൊന്നത് ഞാനാണ്. അയാൾ സ്വയം വിധി സ്വയം തിരഞ്ഞെടുത്തു. ഈ ഒരു ഗംഭീര കഥ നമ്മളോട് ഒരു വലിയ ചോദ്യമാണ് ചോദിക്കുന്നത്. വിൽഫ്രഡ് ബോവൻ ഒരു കൊലപാതകി മാത്രമായിരുന്നോ? അതോ ദൈവത്തിന്റെ നീതി നടപ്പാക്കിയ ഒരു ഉപകരണമായിരുന്നോ? അതോ രണ്ടുമായിരുന്നോ? ഭക്തി അഹങ്കാരമായി മാറുമ്പോൾ ഒരു മനുഷ്യൻ എപ്പോഴാണ് ദൈവത്തിന്റെ ഉപകരണം എന്ന നിലയിൽ നിന്ന് മാറി സ്വയം ദൈവമായി അഭിനയിക്കാൻ തുടങ്ങുന്നത്? ഈ ചോദ്യം നമുക്കോരോരുത്തർക്കും ചിന്തിക്കാൻ വിട്ടുകൊണ്ട് നിർത്തുന്നു.